നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. ഒമാനിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കുന്നു. വിദേശികളുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും കുറഞ്ഞത് ഒരു ഒമാനി പൗരനെയെങ്കിലും ജോലിക്ക് നിയമിക്കണമെന്നാണ് നിർദ്ദേശം. സ്വദേശിവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തൊഴിൽ നിയമങ്ങളിൽ വരുത്തിയ ഭേദഗതികളാണ് പ്രവാസികൾക്ക് തിരിച്ചടിയായിരിക്കുന്നത്. ഈ നിയമം നിലവിൽ വന്ന് ഒരു വർഷത്തിനുള്ളിൽ എല്ലാ സ്ഥാപനങ്ങളും ഇത് നടപ്പിലാക്കണം. യുഎയിലെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഏർപ്പെടുത്തിയ സേവന ഫീസുകൾ ഇനി ക്രെഡിറ്റ് കാർഡ് വഴി തവണകളായി അടയ്ക്കാം. ഇത് യുഎയിലെ താമസക്കാർക്ക് വലിയ ആശ്വാസമാകും. വിവിധ സേവനങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ഭാരം ലഘൂകരിക്കുക എന്നതാണ് പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ സൗകര്യം വഴി ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് സേവന ഫീസുകൾ എളുപ്പത്തിൽ തിരിച്ചടയ്ക്കാനും സാധിക്കും. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയ പ്രസവ അവധി 60 ദിവസത്തിൽ നിന്ന് 70 ദിവസമായി വർദ്ധിപ്പിക്കാനും കൂടാതെ 15 ദിവസത്തെ ശമ്പളമില്ലാത്ത അവധി നിലനിർത്താനും ലക്ഷ്യമിട്ടുള്ള കരട് നിയമത്തിൽ പുനരാലോചന വേണമെന്ന് ബഹ്റൈൻ സർക്കാർ ആവശ്യപ്പെട്ടു. പാർലമെന്റിലേക്ക് അയച്ച മെമ്മോയിലാണ് 2012 സ്വകാര്യ മേഖലാ തൊഴിൽ നിയമത്തിലെ നിർദ്ദിഷ്ട ഭേദഗതിയിൽ സർക്കാർ ആശങ്കകൾ ഉന്നയിച്ചത്. മക്കളുടെ അടുത്തേക്ക് സന്ദർശക വിസയിലെത്തിയ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയായ വീട്ടമ്മ സൗദിയിലെ ജുബൈലിൽ മരിച്ചു. 68-കാരിയായ നസീമ അബ്ദുസമദാണ് മരിച്ചത്. അസുഖബാധിതയായതിനെ തുടർന്ന് ജുബൈലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയിലിരിക്കെയാണ് മരണം. ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ദമാമിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. KMCC വെൽഫെയർ വിഭാഗം പ്രവർത്തകരായ ഇക്ബാൽ ആനമങ്ങാടിന്റെയും ഹുസൈൻ നിലമ്പൂരിന്റെയും നേതൃത്വത്തിൽ ഔദ്യോഗിക നടപടികൾ പുരോഗമിക്കുകയാണ്. യുഎയിലെ തൊഴിലാളികൾക്കായി പുതിയ സുരക്ഷാ സംവിധാനം വരുന്നു. ജിറ്റെക്സ് ഗ്ലോബൽ 2025 വേദിയിലാണ് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം പുതിയ സംവിധാനം അവതരിപ്പിച്ചത്. ജോലി സ്ഥലങ്ങളിലെ സുരക്ഷാ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്മാർട്ട് സേഫ്റ്റി ട്രാക്കറാണ് പുറത്തിറക്കിയത്. പ്രവാസി മലയാളി കുവൈത്തിൽ മരിച്ചു. കാസർഗോഡ് കുമ്പളത്താഴെ ഉളുവാറിലെ KV അബ്ദുറഹ്മാനാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. ഒരാഴ്ച മുൻപ് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 40 വർഷത്തിലേറെയായി പ്രവാസിയാണ്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരുന്നതായി ബന്ധുക്കൾ അറിയിച്ചു. 10 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ കാറുകളിലും മറ്റ് വാഹനങ്ങളിലും ഒറ്റയ്ക്കിരുത്തി പുറത്തിറങ്ങരുതെന്ന് സൗദി ട്രാഫിക് വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് 300 മുതൽ 500 റിയാൽ വരെ പിഴ ചുമത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് താപനില ഉയരുന്ന സാഹചര്യവും വാഹനം പെട്ടെന്ന് നീങ്ങാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് മുന്നറിയിപ്പ്. കുവൈത്തിലടക്കം നിരവധി രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പാസ്പോർട്ട് വിസ സേവന കേന്ദ്രം നടത്തുന്ന BLS ഇന്റർനാഷണലിന് വിലക്ക് ഏർപ്പെടുത്തി വിദേശകാര്യ മന്ത്രാലയം. അടുത്ത 2 വർഷത്തേക്ക് മന്ത്രാലയത്തിന്റെ പദ്ധതികളിൽ ഭാഗമാകുന്നതിനാണ് വിലക്ക്. കമ്പനിക്കെതിരെ നിലവിലുള്ള പരാതികളും കേസുകളും കണക്കിലെടുത്താണ് നടപടി. വിലക്കിയതായിട്ടുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ് ഈ മാസം 10-നാണ് പുറത്തിറങ്ങിയത്. യുഎയിലെ നിയമത്തിലും ഭരണത്തിലും പുതിയ മാറ്റങ്ങൾ വരുന്നു. AI ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ പദ്ധതികൾ തുടങ്ങാൻ UAE നീതിന്യായ മന്ത്രാലയം രംഗത്തെത്തി. ഇനി വരും വർഷങ്ങളിൽ യുഎയിലെ കോടതിയിലും AI സാന്നിധ്യം കാണാം. പേപ്പറില്ലാത്തതും രേഖകളില്ലാത്തതും അഭിഭാഷകർ ഇല്ലാത്തതുമായ ഒരു ഡിജിറ്റൽ മാറ്റത്തിനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തി ദുബായിലെ വിവിധ സ്കൂളുകളിൽ ഈ സ്കൂട്ടറുകൾക്ക് മാനേജ്മെന്റ് നിരോധനം ഏർപ്പെടുത്തുന്നു. സ്കൂളുകളിലേക്ക് യാത്ര ചെയ്യാനായി കുട്ടികൾ ഈ സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യത്തിലാണ് നടപടി. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.